നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോസ്റ്റാർ ജർമ്മനിയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും റൂട്ടുകൾ ആരംഭിക്കുന്നു. ലണ്ടനിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കും ജനീവയിലേക്കും പുതിയ നേരിട്ടുള്ള ട്രെയിൻ റൂട്ടുകൾ ആരംഭിക്കുമെന്നാണ് യൂറോസ്റ്റാർ കമ്പനി അറിയിച്ചത്. 2030കളുടെ തുടക്കത്തിൽ പുതിയ നേരിട്ടുള്ള റൂട്ടുകൾ തുറക്കുമെന്ന് അന്താരാഷ്ട്ര റെയിൽ കമ്പനി പറഞ്ഞു. വർഷാവസാന ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാന യൂറോപ്യൻ നഗരങ്ങളിലേക്കുള്ള പുതിയ സർവീസുകളിലും 50 പുതിയ ട്രെയിനുകളിലും 2 ബില്യൺ യൂറോ നിക്ഷേപിക്കുമെന്നാണ് യൂറോസ്റ്റാർ പറയുന്നത്. ഇവരുടെ മൊത്തം ട്രെയിനുകളുടെ എണ്ണം അതുകൊണ്ട് തന്നെ 67 ഉയർത്തും. യൂറോപ്പിൽ ഉടനീളമുള്ള അന്താരാഷ്ട്ര റെയിൽ യാത്രയ്ക്കുള്ള ആവശ്യകത തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം. നിലവിൽ UK, ഫ്രാൻസ്, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് യൂറോസ്റ്റാർ. നിലവിൽ കൊളോണിലേക്ക് കണക്ടിംഗ് സർവീസുകൾ ഉണ്ടെങ്കിലും പുതിയ റൂട്ടുകൾ ജർമ്മൻ സാമ്പത്തിക തലസ്ഥാനത്തിനും ആഗോള നയതന്ത്ര കേന്ദ്രമായ ജനീവയ്ക്കും നേരിട്ട് സേവനം നൽകും. UKയ്ക്കും ഫ്രാൻസിനും ഇടയിലുള്ള ചാനൽ ടണലിൽ പ്രവർത്തിക്കുന്ന യൂറോസ്റ്റാറിന്റെയും പാരീസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കും ജർമ്മൻ നഗരങ്ങളിലേക്കും അതിവേഗ റെയിൽ സർവീസുകൾ നടത്തുന്ന താലിസിന്റെയും പ്രവർത്തനങ്ങൾ യൂറോസ്റ്റാർ ഗ്രൂപ്പ് ലയിപ്പിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ ഓസ്ട്രിയയിലെ ഗ്രാസ് നഗരത്തിലെ അപ്പർ സെക്കൻഡറി സ്കൂളിൽ 21കാരനായ സ്കൂളിലെ തന്നെ മുൻ വിദ്യാർത്ഥി 10 വിദ്യാർത്ഥികളെ തോക്കിനിരയാക്കി. 12 പേർക്ക് പരിക്കേറ്റതായി ഓസ്ട്രിയൻ ആഭ്യന്തരമന്ത്രി ഗേഹാർഡ് കാർണർ പറഞ്ഞു. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. വെടിയേറ്റ 9 പേരിൽ 6 പേർ സ്ത്രീകളും 3 പുരുഷന്മാരുമാണ്. ഇരകളിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു. ഒരാൾ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. സംഭവത്തിൽ വെടിവെച്ചയാൾ ഉൾപ്പെടെ 11 പേരാണ് മരിച്ചത്. കുറ്റവാളി ആത്മഹത്യ ചെയ്തതായി പോലീസ് പറഞ്ഞു. ഓസ്ട്രിയൻ പൗരനായ ഇയാൾ 2 ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നു. ഇവ നിയമപരമായിട്ടാണ് കൈവശം വെച്ചിരുന്നത്. ഇയാളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. വെടിവയ്പ് നടത്തിയയാൾ സ്ഥാപനത്തിലെ മുൻ വിദ്യാർത്ഥിയാണെന്നും ബിരുദം നേടാതെ സ്കൂൾ നേരത്തെ വിട്ടുപോയതാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സംഭവം നടന്ന രാവിലെ 10 മണിക്ക് രാജ്യവ്യാപകമായി 1 മിനിറ്റ് മൗനാചരണം പ്രഖ്യാപിച്ചു. എല്ലാ പൊതുഘട്ടങ്ങളിലും പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നു. സർക്കാർ 3 ദിവസത്തെ ദേശീയ ദുഃഖാടനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസത്തേക്ക് സംസ്ഥാനത്ത് പൊതുപരിപാടികളൊന്നും ഉണ്ടാകില്ലെന്നും പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയിലെ ഭയാനക സ്കൂൾ വെടിവയ്പിൽ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് അനുശോചനം രേഖപ്പെടുത്തി. ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയറും സംഭവത്തിൽ അനുശോചിച്ചു. ഡോയ്ച്ചെ ബാൻ കുടുംബ റിസർവേഷനുകൾ നിർത്തലാക്കുകയാണ്. യാത്രയ്ക്കായി സീറ്റുകൾ റിസർവ് ചെയ്യണമെങ്കിൽ ഭാവിയിൽ കുടുംബങ്ങൾ കൂടുതൽ പണം നൽകേണ്ടി വരും. ഞായറാഴ്ച മുതൽ ഓരോ യാത്രക്കാരനും സ്വന്തമായി റിസർവേഷൻ ആവശ്യമായി വരും. കുടുംബങ്ങൾ ഒരു ട്രെയിൻ യാത്രയിൽ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമെങ്കിൽ അവർ പൊതുവെ മുൻകൂട്ടി റിസർവ് ചെയ്ത സീറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. ഭാവിയിൽ ഇവ ഗണ്യമായി കൂടുതൽ ചെലവേറിയതാവുകയാണ്. ഡോയ്ച്ചെ ബാൻ അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് പോലെ ഈ ഞായറാഴ്ച ടൈം ടേബിൾ മാറ്റത്തോടെ കുടുംബ റിസർവേഷനുകൾ നിർത്തലാക്കും. അതേസമയം റിസർവേഷൻ കൂടുതൽ ചെലവേറുമ്പോൾ 2ാം ക്ലാസ്സിൽ സീറ്റിന് 30 സെന്റ് കൂടുതൽ ചെലവാകും. ഇപ്പോൾ 5.50 യൂറോ എന്നുള്ളത് 1ാം ക്ലാസ്സിൽ ഒരു നിശ്ചിത സീറ്റിന് 6.50 പകരം 6.90 യൂറോ ആവും. അതിനാൽ 2 കുട്ടികൾക്കുള്ള ഒരു കുടുംബം മുമ്പത്തെ 10.40 പകരം 22 യൂറോ നൽകേണ്ടി വരും. മടക്കയാത്രയ്ക്ക് ആകെ 44 യൂറോ ആയിരിക്കും നൽകേണ്ടി വരിക. ജർമ്മനിയിൽ തൊഴിൽ വിപണിയിലെ ഉയർന്ന ഡിമാൻഡ് സമീപ വർഷങ്ങളിൽ നിരവധി ആളുകളെ സ്ഥിരം തൊഴിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അനിശ്ചിതകാല കരാറുകളുടെയും മിനി ജോലികളുടെയും അനുപാതം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ഉയർന്ന ഡിമാൻഡ് സമീപ വർഷങ്ങളിൽ തൊഴിൽ വിപണി ഘടനകളെ മാറ്റിമറിച്ചു. കഴിഞ്ഞ വർഷം 74.8% തൊഴിലാളികളും സ്റ്റാൻഡേർഡ് തൊഴിൽ ബന്ധം എന്നറിയപ്പെടുന്ന ഒരു തൊഴിലിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞു. ഈ അനുപാതം 2010 65.8% ആയിരുന്നതിന് വളരെ കൂടുതലാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 21 മണിക്കൂറെങ്കിലും സാമൂഹിക ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയമായി സ്ഥിരം ജോലികൾ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. താൽക്കാലിക ജോലി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനാൽ നിശ്ചിതകാല തൊഴിൽ കരാറുകളും ഉൾപ്പെടുത്തിയിട്ടില്ല. പരിശീലനത്തിനോ സന്നദ്ധ സേവനത്തിനോ ഇല്ലാത്ത 15-നും 64 ഇടയിൽ പ്രായമുള്ള ജോലി ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. സർക്കാർ പുതിയ നിയമം ആസൂത്രണം ചെയ്യുന്നതിൽ കൂട്ടായ കരാറുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം കുറയുകയാണ്. കൂട്ടായ കരാറുകളിൽ കീഴിൽ 41% മാത്രമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. 20 മണിക്കൂറിൽ കൂടുതൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതും കൂടുതൽ ആളുകൾ ആഴ്ചയിൽ 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നതും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതും ഈ പ്രവണതയ്ക്ക് കാരണമാകുന്നുവെന്ന് ഓഫീസ് പറഞ്ഞു. നിലവിലെ സാമ്പത്തിക മാന്ദ്യം തൊഴിൽ വിപണിയെ കീഴ്പോട്ടടിക്കുകയാണ്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഇത് സ്ഥിരമായ കരാറുകളിൽ ഇടിവിന് കാരണമാകുന്നു. കാരണം കമ്പനികൾ കൂടുതൽ സ്ഥിരമായ കരാറുകളിലൂടെയും താൽക്കാലിക നിയമനങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയരായ തൊഴിലിലെ അവസരങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ മിനി ജോലികൾ കുറച്ചു വരുന്നത്
ജീവിത സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിക്കുമെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകൾ തൊഴിൽ വിപണിയിൽ കൂടുതൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പാർട്ട് ടൈം ജോലി സമയം വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ താൽക്കാലിക ഏജൻസി ജോലികൾ, മിനി ജോലികൾ തുടങ്ങിയ വിചിത്രമായ തൊഴിൽ എന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ജർമ്മനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറവ് നേരിടുകയാണ്. താൽക്കാലിക തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കുന്നതോടെ പ്രതിസന്ധിയും വ്യവസായത്തിലെ നിരവധി മുഴുവൻ സമയ ജോലികളും അപ്രത്യക്ഷമാകും. അടുത്തതായി സംഭവിക്കുന്നത് പ്രധാനമായും പരിവർത്തനം ചെയ്യുന്ന വ്യവസായത്തെയും അതുവഴി പുതുക്കുന്ന കരാറുകളെയുമാണ്. എന്തായാലും ജർമ്മനിയിലെ ജോലി സാധ്യത തീരെ മങ്ങിയ വെളിച്ചത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾ വളരെ കുറയുമെന്നാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ഫ്രാൻസിൽ സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ സഹായിയെ കുത്തിക്കൊലപ്പെടുത്തി. വടക്കുകിഴക്കൻ ഫ്രാൻസിലെ നോജന്റിലെ ഒരു സ്കൂളിലാണ് സംഭവത്തിൽ പരിശോധനകൾക്ക് സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിസാര പരിക്കേറ്റു. ബാഗ് പരിശോധനയ്ക്കിടെയാണ് 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി സ്കൂൾ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നാടുകടത്താൻ കൊണ്ടുപോവുകയായിരുന്ന അനധികൃത കുടിയേറ്റക്കാരൻ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ നീക്കം അധികൃതർ തടഞ്ഞു. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് സംഭവം. ഹോം ഓഫീസിന് വേണ്ടി മിറ്റി കെയർ ആൻഡ് കസ്റ്റഡി എന്ന കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണ് യുവാവിനെ അനുഗമിച്ചത്. ഞായറാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാരൻ മൊബൈലിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. ഫിൻലാൻഡ് ഗുജറാത്തിൽ പുതിയ ഓണററി കോൺസുലേറ്റ് തുറന്നു. ജൂൺ 9 തുറന്ന കോൺസുലേറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഇന്ത്യയിലെ ഫിൻലാൻഡ് അംബാസഡർ കിമ്മോ ലാഹ്ദേവിർത്തയാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഷെങ്കൻ വിസ അപേക്ഷകരിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ ആയിരുന്നുവെന്ന് അംബാസഡർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 1,10,829 ഷെങ്കൻ വിസ അപേക്ഷകൾ സമർപ്പിച്ചതിൽ ഇന്ത്യക്കാർ 3-ാം സ്ഥാനത്താണെന്നും ഷെങ്കൻ വിസയുടെ ഇൻഫോ സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് അംബാസഡർ പറഞ്ഞു. കെനിയയിൽ ബസ് അപകടത്തിൽപ്പെട്ട 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. വടക്കുകിഴക്കൻ കെനിയയിലെ നെഹ്റുവ പ്രവിശ്യയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ ഒരു പിഞ്ചു കുഞ്ഞും ഉൾപ്പെടുന്നു. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ സംഭവത്തിൽ തിരുവല്ല സ്വദേശി ഗീത ഷോജി ഐസക്, ജസ്ന കുറ്റിക്കാട്ടിച്ചാലിൽ ഒറ്റപ്പാലം സ്വദേശിയായ റിയ ആൻ, ഇവരുടെ മകൻ ടൈറ റോഡിഗസ്, റൂഹി മെസിൽ മുഹമ്മദ് എന്ന 18 മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെയാണ് മരിച്ചത്. റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാലിസ് എന്നിവർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 14 മലയാളികളും കർണാടക ഗോവൻ സ്വദേശികളും ആയിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. ശക്തമായ മഴയിൽ ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ച ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. 27 പേർക്ക് പരിക്കേറ്റെന്നും ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ പറഞ്ഞു. 28 ഇന്ത്യൻ വിനോദസഞ്ചാരികളും 3 ടൂർ ഗൈഡുകളും ഡ്രൈവറും ഉൾപ്പെടെ 32 പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. യുഎസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭം കലാപമായി മാറിയാൽ ഇൻസറക്ഷൻ ആക്ട് അനുസരിച്ച് നടപടി എടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സുരക്ഷാ സേനയെ എതിർക്കാൻ ശ്രമിച്ചാൽ കടുത്ത രീതിയിൽ തന്നെ നേരിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം US സേനയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ട്രംപ് ഇന്ന് സൈനികരെ അഭിസംബോധന ചെയ്തു. പ്രക്ഷോഭം നേരിടാൻ 2000 നാഷണൽ ഗാർഡുകളെയും 700 നാവിക സേനാംഗങ്ങളെയും കൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച നിയോഗിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ 2ാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.